RCB ജയിച്ചതിന് ശേഷം അറിയാലോ ഗബ്രി ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവ എനിക്ക് ഇന്ന് ഹാർദിക് പാണ്ഡ്യയുടെ സൈൻ ചെയ്ത ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗബ്രിനെ അടുത്ത് കോഹ്ലിക്കറിന് സൈഡാമുമായിട്ട് വന്ന് നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് നേരെ അറിയാൻ വേണ്ടി വരികയാണ്. ഹീമാന്റെ റീൽ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ നേരെ പരലോകത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. പറഞ്ഞില്ല അത് അത്ര ഉള്ളൂ. ഒരു കൊച്ചുള്ളണ്ടാ അത് നിനക്ക് എപ്പോഴും ഓർമ്മ പറഞ്ഞു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നും, അഖിലളിയൻ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും, ദീപക്ക് നമ്മളെല്ലാവരും ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ എറണാകുളത്തോട്ട് പോവുകയാണ്. അളിയൻ കോട്ടയം തൊട്ടപ്പുറത്ത് അല്ലേ. അപ്പോൾ സോനും അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് എറണാകുളത്ത് നെറ്റ്സിൽ ഉപരി ഞാൻ ഇന്ന് എറണാകുളത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ RCB ജയിച്ചതിന് ശേഷം അറിയാലോ ഗബ്രി ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അളിയ എനിക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർദിക് പാണ്ഡ്യയുടെ സൈൻ ചെയ്ത ജേഴ്സിയോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണ അളിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവ എനിക്ക് ഇന്ന് മുംബൈ ഇന്ത്യൻസിലെ ഹാർദിക് പാണ്ഡ്യയുടെ സൈൻ ചെയ്ത ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് വാങ്ങാനായിട്ടും കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നല്ല ക്രിയേറ്റേഴ്സും കൂടി ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഉടനെ ഇപ്പോഴൊന്നും എന്തായാലും മാച്ചില്ല, പക്ഷേ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങളുടെ ഫുഡ് ഇൻ കാർ. കാറിലിരുന്ന് ഫുഡ് മാത്രമേ അവനെ കാണാറുള്ളൂ. അവനെ കാണണമെങ്കിൽ ഇതാണ് അഖിൽ ഫുഡ് ഇൻ കാർ. നമ്മളെ കൊച്ചി ലെജൻസിൽ കളിച്ചയാണ് എൻ്റെ കൂടെ അല്ലേ. ഗ്രേറ്റ് ഇന്നിങ്സ് 96 സെഞ്ചുറി ജസ്റ്റ് ഇതിന് മിസ്സായി. പാർട്ണർഷിപ്പ് 140-50 എത്ര സോനു ഉണ്ട്, ട്രിവാൻഡ്രത്തിന്റെ സോനു. സ്ലഡ്ജ് ചെയ്ത് കവർ ചെയ്യുന്ന 2 ക്യാച്ച് നമ്മളെ പൊത്തു വിട്ട്. ഞാൻ എന്തായാലും പോയി ക്യാപ്പ് മേടിക്കട്ടെ. ഫൈനലി കോഹ്ലിക്കൊക്കെ ബോൾ ചെയ്ത് കപ്പും അടുപ്പിച്ചിട്ട് ചെറുക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സാലറി എല്ലാം ജയിച്ച മണിയൊക്കെ നിങ്ങൾക്ക് തരുന്നെന്ന് പറഞ്ഞ സ്റ്റാഫിനൊക്കെ? ഇല്ല കുറെ കിട്ടിയടാ. സത്യം പറയാലോ, ഇവൻ ഈ IPL കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെന്ന് അറിയാമോ, നമ്മള് ഗൾഫിലെ മാമൻ ദുബായിൽ നിന്നൊക്കെ പെട്ടിയായിട്ട് വരൂലേ, അതുപോലെയാണ്. ഇങ്ക പെട്ടിയിൽ എന്നെ ഇറുക്ക് അന്തമാരിയാ. ഇതാണ് നമ്മുടെ സാധനം. ഇരിക്കണയാണ് നിന്റെ സാധനം. ഈ സാധനം മൊത്തം നിന്റെ അല്ല. ഹാർദിക് പാണ്ഡ്യ സൈൻ ചെയ്ത ക്യാപ്പ് ഇന്നു മുതൽ എനിക്ക് സ്വന്തം. താങ്ക് യു. അതേ വയ്ക്കല്ലേ ഇതെന്ന് വെച്ചാൽ നമ്മൾ കളിക്കാൻ ഇറങ്ങില്ലേ, ഇത് നമ്മളെ ഷോക്കേസിലിരിക്കും. ഇതെന്തിന്റെ പറ്റിയത്? ഇങ്ങനത്തെ ഉണ്ട് കുക്കാ ബ്രോ. ഇതാർക്കൊക്കെ കൊടുക്കാൻ കൊണ്ടുവന്നു? നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ. പ്രാക്ടീസ് അവർ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ബോള് 23,000 രൂപയാണ്. ഇത് പ്രാക്ടീസ് ബോളാണ് സാധനല്ലേ. ഇതെന്താ സത്യത്തിൽ ഇതിന്റെ എന്തിന്റെ ആയിരുന്നു? ഞാൻ വിചാരിച്ചെന്ന് അറിയാമോ, നീ ഫോട്ടോ അയച്ചപ്പോ ഞാൻ തൊപ്പിക്കുള്ള പെട്ടിയാണെന്ന്. റിജക്റ്റഡ് ബോളോ എന്തെങ്കിലും ഷേപ്പ് ഔട്ട് ആകുമ്പോ റിജക്ട്. ഓ അങ്ങനെ. ഇത് മാച്ച് ബോൾ ആയിരിക്കും. ചേർക്കാൻ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിയണം. കിങ് കോഹ്ലിയുടെ സൈനിട്ട ക്യാപ്പ് ഇത് ആർക്കാണ് സ്വന്തം എന്ന് ചോദിച്ചാൽ ഹനുമാൻ കൈൻഡിന് കിട്ടണം. ഇതൊന്നും ഇട്ടോട്ട് ചായ ഒന്നും കുടിക്കാൻ പോണം. എന്റെ ഒരു ബോള് കഴിഞ്ഞു. സൂപ്പർ സാധനം. ഗൈസ്, നമ്മൾ എല്ലാവരും കൂടി നെറ്റ്സ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഗബ്രിനെ അടുത്ത് കോഹ്ലിക്കറിന് സൈഡാമുമായിട്ട് വന്ന് നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് നേരെ അറിയാൻ വേണ്ടി വരികയാണ്. അത് എത്ര വരെ അറിയോളിയാ?
പയ്യെ പയ്യെ വന്നാൽ മതി, എറിഞ്ഞ് കൊല്ലാതെ ദേഹത്തെറിയാതിരുന്നായി. ട്രൈ ചെയ്ത് നോക്കാം എത്ര വരെ കളിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. കൂട്ടിപ്പോയ 120-25 വരെ കളിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ കളിച്ചിട്ടില്ല. എവിടെ കൊല്ലല്ലേ, ഒരു കൊച്ചിൻ്റെ അച്ഛനാണ്. ഇത് പിടിക്കുമ്പോ നമ്മൾ വിളിക്കുക ആ വിളി അവിടെ നിന്നുണ്ട് എറിഞ്ഞ് കയറ്റുക. അങ്ങനത്തെ ചെറുക്കനായത്. കോഹ്ലിക്ക് ഒരു സൈഡ് ഇല്ലെന്നാ പറയുന്നത് ചെസ്റ്റും പോയി. എന്നിട്ട് ഒരു ബോൾ ഇവിടെ കയറിയിട്ടുണ്ട് എറിഞ്ഞത്. കിലോമീറ്റർ സ്പീഡിൽ വരുന്ന പന്തിനെ അടിക്കാൻ സൂപ്പർ ഹീറോ ഹീമാന്റെ റീൽ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ നേരെ പരലോകത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. അവരുടെ നെഞ്ചടിക്കുന്ന ഇവിടെ വരെ കേൾക്കാം. അതെ, ദീപക്ക് ഇവിടെയുള്ള നിൽക്കുന്നത്, അവന് പേടിക്കാനൊന്നുമില്ല. പോടാ, അത് പോയിട്ട് ബോഡിക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാറ്റ് എടുക്കുന്നത്, ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കണം. കമ്പനി ബാറ്റിലല്ലേ ഓടി വേണോ അല്ലേ? ഈ മാന്ത്രിക ദണ്ട് ഉപയോഗിച്ച് അവ എനിക്ക് എറിഞ്ഞു തന്നു. ഉള്ള കാര്യം പറയാല്ല, ഞാൻ പേടിച്ചു. കാരണം ബോഡിയിലെങ്ങാനും വന്ന് ആ പേസ് എടുത്ത് കളിക്കുള്ള ബാറ്റ് സ്പീഡൊന്നും നമുക്കായിട്ടില്ല. അല്ല, നമുക്കെന്നല്ല, ഏകവചനം മതി, എനിക്കായിട്ടില്ല. ഞാൻ 2-3 ആദ്യം പേടിച്ചു. 2 കൊണ്ട് ചില സാധനമൊക്കെ പേടിയാ ദേഹത്ത് വന്നു കഴിഞ്ഞുള്ള കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ പിന്നെ സഞ്ജു സാംസനൊക്കെ എറിഞ്ഞ് കയറ്റി കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ദേഹത്തെറിയണ്ടെന്ന് പറഞ്ഞോണ്ടേ അറിഞ്ഞില്ല. അത് അത്രേ ഉള്ളൂ. അളിയ ഒരു കൊച്ചുള്ളണ്ടാ, കൊച്ചിന്റെ മുഖം മനസ്സിൽ വന്നോണ്ട് മാത്രം അത് നിനക്ക് എപ്പോഴും ഓർമ്മ വരണം. കണ്ണീ കാണില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഈ 160-140 വെച്ച് കളിക്കണെന്നുള്ളതാണ്. 150 കൂടി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ചാവും മിക്കവാറും. ഇതോടുകൂടി ഇൻഷുറൻസ് ഉണ്ട്, എന്തായാലും ഭാര്യ മക്കൾ സേഫാണ്. എന്തായാലും അതും കൂടി നോക്കിയിട്ട് വരാം. അത് 130+ ഇല്ലേ അറിഞ്ഞില്ല സ്ലോവറാക്കുന്നത്. $140-145 ആ ഒരു റേഞ്ച് എറിഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറയാല്ല, ഞാൻ കുറേ ഒന്നും കണ്ണി കണ്ടില്ല. എനിക്ക് പേടി, എനിക്ക് ഒന്നത്തെ ഒരു പേടി, എനിക്ക് ഇവിടുത്തെ പാടില്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ എറി കിട്ടിയ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ 130-140 ഒന്ന് കൊണ്ട് ഇവിടെ പൊട്ടി. അതുകൊണ്ട് എനിക്ക് ആ ഒരു ചെറിയ പേരുണ്ട്. പിന്നെ 2-3 ബോളൊക്കെ കളിച്ച് നമ്മൾ സ്ഥിരം കളിച്ച് കഴിയുമ്പോൾ നമ്മളത് റെഡിയാവും. പിന്നെ നമ്മളിപ്പോൾ കളിക്കുന്നതിൽ നമുക്ക് അത്ര സ്പീഡ് എറിയുന്ന ഇല്ല, ചുരുക്കം ചില ആൾക്കാരുള്ളൂ 130 വരെയൊക്കെ എറിയുന്നത്. അപ്പോൾ ഇവൻ വന്ന് ഇങ്ങനെയൊക്കെ എറിയുമ്പോൾ നമ്മൾ ചില സാധനമില്ല, ഇങ്ങനെ കണ്ണി കൂടെ ഇങ്ങനെ പോകണം. ബാറ്റ് പറഞ്ഞില്ല, കണ്ണു പറഞ്ഞുണ്ട്, ബാറ്റ് ഉണ്ട്. പിന്നെ 2-3 ബോളൊക്കെ തട്ടാൻ നോക്കി. പ്രോപ്പർ ഷോട്ടൊന്നുമല്ല, 2-3 സാധനം നമ്മൾ അല്ലാതെ തട്ടിയൊക്കെ പോകുമല്ലോ, അങ്ങനെയൊക്കെ പറ്റി. സമ്മതിക്കണോടെ 160-150 എറിയൊക്കെ കൊള്ളൊരു ടെസ്റ്റിലൊക്കെ. സത്യം പറഞ്ഞാൽ ഡേഞ്ചറസ് ഗെയിമാണ് ക്രിക്കറ്റ്. എന്തായാലും നടന്നു. പ്രാക്ടീസ് ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലോട്ട് ഗൈസ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയതാ ഈ ഒരു സാധനം മേടിക്കാനാണ്. ഹാർദിക് പാണ്ഡ്യയുടെ സൈൻ ചെയ്ത ക്യാപ്പ്. അത് ഞാൻ ഗബ്രി എടുത്ത് കഴിഞ്ഞ സീസൺ തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, കളി നമുക്ക് ഒപ്പിച്ചോണ്ട് പറഞ്ഞതെന്ന്. പിന്നെ ചില സമയം ഹാർദിക് പാണ്ഡ്യയുടെ മൂഡ് ശരിയാവൂല, അപ്പൊ അങ്ങനെ കിട്ടില്ലെന്ന് അവന് എന്നെ പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്കത് കിട്ടിയിരിക്കുകയാണ്. പിന്നെ അളിയന്റെ സ്നേഹ സമ്മാനമായിട്ടൊരു ജേഴ്സി, ഇതും ട്രാക്ക് ജോഗറാണ് കേട്ടോ. പക്ഷെ ഇതൊരു അന്യായ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല, കിട്ടില്ല, നല്ല കംഫർട്ട് ഉണ്ട്, ക്വാളിറ്റി സാധനം തന്നെ കേട്ടോ. മറ്റൊക്കെ ഈ ജേഴ്സി ഇട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ലെതർ ബോളിൽ ഒരു മാച്ച് കളിക്കാൻ പറ്റട്ടെ. ഇതെന്തായാലും ഇട്ടുള്ള ഒരു മാച്ചിന് കൊള്ളാം, നമുക്ക് RCB കളിക്കുന്ന ഒരു ഫീലർ കിട്ടും. കൊള്ളാം, അടിപൊളി രസമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗബ്രി. പക്ഷെ അളിയന്റെ ബോൾ
സൈഡാ അതൊന്നും എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. 140, 135, 140 ഒക്കെ എറിഞ്ഞായിട്ട് തന്നു. പ്രായത്തിന് ബാറ്റിലൊക്കെ കൊണ്ടു, ചിലതൊക്കെ മിസ്സായി പോയി. പക്ഷെ സ്ഥിരം കളിച്ചാലേ നമുക്ക് അതൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. വല്ലപ്പോഴൊക്കെ ഒന്ന് കളിച്ചാൽ നമുക്ക് ബോൾ കാണാൻ പറ്റും, പക്ഷെ ബാറ്റ് എത്തില്ല. ഇവിടെ ഒരാള് നിന്ന് കറങ്ങണേ. ശരി തുലുമ ക്യാപ്പ് വേണ്ടേ? ഹാർദിക് പാണ്ഡ്യ സൈൻ ചെയ്ത ക്യാപ്പാണ്. തലയുടെ കുറച്ച് ടൈറ്റ് ചെയ്ത് തരാം. തലയ്ക്ക് കറക്റ്റ് ആവും. തരട്ടെ വെച്ചിരട്ടെ. ആ ക്യാപ്പ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വലിയ ക്യാപ്പ് ആയിരിക്കണം. ചെറുത് വെച്ചാൽ ഇഷ്ടം. ഹാർദിക് പാണ്ഡ്യ സൈൻ ചെയ്ത ക്യാപ്പ്. ഞാൻ നേരത്തെ എടുത്ത് നോക്കിയേ. ജേഴ്സി എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ, അടിപൊളി ജേഴ്സി. സത്യം രസമുണ്ട്. ഇത് ഈ വീഡിയോയിൽ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നേരിട്ട് കുറച്ചുകൂടി നല്ല രസമാണ്. സാധാരണ ജേഴ്സി ഒന്നും എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നാറില്ല. കാരണം ഇവരെപ്പോഴും ജേഴ്സി ഒക്കെ വാങ്ങിച്ച് എന്തിനിങ്ങനെ വാങ്ങണം. കണ്ടോ കളർ കണ്ടോ? നൈസാണ് ഗൈസ്, നൈസ്, ഒരു രക്ഷയില്ല. ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ചെറുതായിട്ടൊക്കെ തോന്നും, ഒരു ജേഴ്സി അല്ലേ, ഒരു ക്യാപ്പ് അല്ലേ, അതിൽ സൈൻ ചെയ്ത സംഭവം അല്ലേ എന്നൊക്കെ. ചെറിയ സാധനമൊക്കെയാണ്, പക്ഷെ എങ്കിലും അസേ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയ്ക്ക് നമുക്ക് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം നമുക്ക് കിട്ടിയാലും അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണത്. കാരണം ചില ആൾക്കാർക്ക് ഇപ്പം 1.5 ലക്ഷം രൂപയുടെ ഐഫോണൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, അതായത് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കുള്ള സന്തോഷം. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് തന്നെ എൻ്റെ ഗബ്രിക്ക് 1000 നന്ദി. താങ്ക് യു സോ മച്ച്. ഈ ഒരു സാധനം മേടിക്കാനും ജേഴ്സിയും പിന്നെ അതുപോലെ തന്നെ സൈൻ ചെയ്ത ക്യാപ്പും അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇവിടെ നിന്ന് ഒരു 8 മണിയായപ്പോൾ ഇറങ്ങി, വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രാക്ടീസ് കൂടി കഴിഞ്ഞ് ഇത് മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റ പോക്ക് പോയിട്ട് വന്നത്. ഒരുപാട് സന്തോഷം, ഹാപ്പിയായി. ഈ ജേഴ്സി ഇട്ടിട്ട് പോയി തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി ഒരു മാച്ച് കളിക്കണം. നല്ല കംഫർട്ട് സാധനം, ഒരു രക്ഷയില്ല. അഗെയിൻ താങ്ക് യു ഗബ്രിയളിയ. നമ്മളെവിടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ലവ് യു ഓൾ.